പേരൻറ്റിങ് ഇൻസൈറ്റ്സ് നമ്മൾ ചെയ്തു വരികയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്നതാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേരൻസിൽ നിന്ന് വേണമല്ലോ കരിയറിലേക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യപ്പെടാൻ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം. ഒന്നാം പഠനത്തിൽ വേണ്ട കാര്യം അതിവേഗത്തിൽ ഗതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം തന്നെയല്ല കാലവും. എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുന്ന കണ്ണടച്ച് തുറക്കുന്ന പോലെയല്ല. ഇന്നത്തെ മുന്തിയ തലമുറ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇത്രയും ഗതിവേഗം അനുഭവപ്പെട്ടിരുന്നോ? ഒട്ടുമില്ല. അപ്പം ഇന്ന് അതുപോലെ ഗതിവേഗത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് പ്രായം തന്നെ കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ചെറുപ്പക്കാരെന്ന് വിചാരിക്കുന്നവരിപ്പം പെട്ടെന്ന് നോക്കി മൊബൈൽ കണ്ടു കിട്ടി കഴിയുമ്പോഴത്തേക്കും സാഹചര്യം വന്ന് കണ്ടില്ലേ. പിന്നെ നോക്കി ഇതാ കൊച്ചു കുഞ്ഞൻ, അതായത് ഗ്രാൻഡ് ചിൽഡ്രനായി മൊബൈൽ കൊണ്ട് നടക്കുമ്പോഴാണ് വലിയ പിന്നെ പ്രായമായി എന്ന് തോന്നുക. അതുപോലെ തന്നെയാണ് ഈ ഇടപെടലുകളുടെ ഈ തലമുറകളുടെ തന്നെ വലിയ വ്യത്യാസം. ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നാ ഗ്യാപ്പാണ്, അന്ന് വലിയ ഗ്യാപ്പൊന്നും പറയാനില്ല. പക്ഷേ ഇന്ന് ഗ്യാപ്പ് തന്നെയാണ്. അന്നൊരു തലമുറ മുമ്പ് ആ മാറ്റം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം തലമുറയൊന്നും വേണ്ട, ഒരു ഒറ്റ വർഷങ്ങളുള്ള മാറ്റം തന്നെ വലിയ മാറ്റമായിട്ട് ഭവിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കി എന്തൊരു ഡെവലപ്മെൻറ്റാണ്. രാജ്യത്ത് തന്നെ വികസനമാണ്, മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് വികസനത്തിൻ്റെ ഭാവമൊക്കെ തന്നെയാണ്. അല്ലാതെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ അങ്ങ് മാറുന്നു എന്ന് കരുതേണ്ടതില്ല. വികസനം എന്ന് പറയുന്നതിന് എല്ലാ രാജ്യങ്ങളെയും മുഖമുദ്രയാണ്. നമുക്ക് തൊട്ടടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമ്മൾ കുതിച്ച് ചാടിയ ഒരു രാജ്യം നമ്മൾ കമ്മ്യൂണിക്കേഷൻ രംഗത്ത്. ഒരു കാലത്ത് പറയുന്നത് നമുക്കൊരു ടെലഫോൺ കണക്ഷൻ നമ്മുടെ നാട്ടിൽ കിട്ടാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടു. ചിലപ്പോൾ അന്നത്തെ കാലത്ത് OTP എന്നൊക്കെ പറയുന്ന സംവിധാനം കാശ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് വേണ്ട കണക്ഷൻ കിട്ടുന്ന ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ട് ഇപ്പോഴോ? ഇപ്പോൾ അത് അന്ന് ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ വേണ്ടി അയൽവക്കത്തെ വീട്ടിൽ പോയി കാത്തിരുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം അനുഭവങ്ങൾ വില്ലേജുകളിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ മാറ്റം വന്നുകൊണ്ട് വളരെ നേരത്തെ മാറ്റം വീഡിയോ കോളിൻ്റെ കാലം നേരിട്ട് കണ്ടുകൊണ്ട് മക്കൾ അങ്ങ് അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയിലാണ്. ആ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഗ്രാൻഡ് സ്ക്രീനിൽ എലിമിച്ചയ്ക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നേരിട്ട് ശരിക്കും വർത്തമാനം പറയും. എടുക്കാൻ പറ്റുകയില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സാഹചര്യം കമ്മ്യൂണിക്കേഷൻ അങ്ങ് വന്നു. അതുപോലെ തന്നെ തൊഴിലിൻ്റെയും കാലം മാറിയില്ല. തൊഴിൽ പണ്ടൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പറയാം അപ്പനെന്ത് തൊഴിൽ, ആ തൊഴിൽ മകൻ ചെയ്തു വരുന്നു. അതുകൊണ്ട് വലിയ ആങ്സൈറ്റി ഒന്നുമില്ല. കർഷകനാണെങ്കിൽ കർഷക വൃത്തി. അതുകൊണ്ടല്ല അന്ന് ഈ ഭൂമിക്ക് വലിയ വിലയുണ്ടായിരുന്നുകൊണ്ട് ആ കർഷക വൃത്തി കൊണ്ട് അത് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഭൂമി വേണം. പിന്നെ ആർക്കാ ഭൂമി വേണ്ട? തൊഴിലിൻ്റെ മാനങ്ങളങ്ങ് മാറിപ്പോയില്ലേ ഭയങ്കരമായിട്ട്. കാലം മാറിയപ്പോൾ തന്നെയല്ലേ വന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ എവിടെയാണ്? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ, റോബോട്ടിക്, ഇതൊക്കെ അങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പം വരാൻ പോകുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെടുത്തുന്നതാണ്. ഈ കൾച്ചർ ഒരു റൂട്ട് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ അപകടകരമാണ്. മനുഷ്യന് ഏത് യന്ത്രത്തിൽ പോയാലും എവിടെ പോയി നിന്നാലും ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇവൻ്റെ ജീവിതം പരാജയമാണ്. അതുകൊണ്ടല്ലേ ആദ്യം ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ് ഒക്കെ ചെയ്തെന്താണെന്നറിയോ? അത് അവിടെ പോയി ഇറങ്ങിയപ്പോൾ തന്നെ ദൈവത്തെ വിളിക്കുക ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു വികാരവും അങ്ങനെയുള്ള ഒരു വിശ്വാസവും ഇല്ല എങ്കിൽ ഇതൊക്കെ അപകടത്തിലേക്ക് തന്നെ നയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും? കൂട്ടുകൾ വേണം. എന്ത് വേണ്ടതിപ്പോൾ? എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ കിട്ടും. AIയിലൂടെ വീട്ടിലാളെ വേണോ? കൂട്ടുകാരെ വേണോ? എന്ത് വേണമെങ്കിൽ കിട്ടത്തക്ക രീതിയിലേക്കൊക്കെ ഒന്ന് ഭവിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആത്മബന്ധങ്ങൾ തകർന്നു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് വന്നു. നമ്മൾ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിലൂടെ ഏത് കാര്യത്തിൽ ഇൻഫർമേഷൻ എല്ലാ തലങ്ങളിലും വരിക. അപ്പോൾ അവ്യക്തതയാണ് പലപ്പോഴും കടന്നു വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ എപ്പത്തിലൊക്കെ കഴിയുമ്പോൾ എന്തോ ചെയ്യണമെന്നറിയാം. എപ്പം തുറന്ന് നോക്കിയാലും തരും ഈ വഴി ആ വഴി ഒന്നും തന്നെ നിശ്ചയമില്ല. അപ്പോൾ ഇളം തലമുറയെ ഒരു വാസ്തവം പറഞ്ഞാൽ അവർക്ക് ഒരു UPSൻ്റെ ഒരു താലത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ വഴി നടത്തണം ഇല്ലേ. ഇപ്പം നമുക്ക് എവിടെ പോയാലും പണ്ടത്തെ കാലത്ത് നമുക്ക് വഴി ചോദിക്കണമായിരുന്നു. ഓരോരുത്തരും വണ്ടി നിർത്തി ചോദിച്ച് ഇന്നടത്തോട്ട് പോകുന്നത് എങ്ങനെയാണ് ചോദിക്കും. അതല്ല, നമ്മുടെ കയ്യിൽ UPS ഉണ്ടെങ്കിൽ സംഗതി കൃത്യ റൂട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സ്ഥലത്ത് കൊണ്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാഠ്യം വരുന്നത് പോലെ തന്നെയാണ് ഈ ജീവിതത്തിൽ നൽക്കവലയിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ മാതാപിതാക്കളുടെ ഈ സ്റ്റാറ്റസ് ഭ്രമം എന്നൊക്കെ കുറച്ച് പിടിക്കണം. സ്റ്റാറ്റസ് ഭ്രമേ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് പിള്ളേർ വളരണം. അല്ലെങ്കിൽ അങ്ങേ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ പറമ്പിൽ കിടന്നവനൊക്കെ എങ്ങനെ അതുകൊണ്ട് നമ്മളങ്ങനെ ആകാൻ പാടില്ല എന്ന്. അതൊരു പണ്ടത്തെ പോയില്ലേ, സ്റ്റാറ്റസിൻ്റെ പണി തീർന്നില്ലേ.
പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ 5-10 സെറ്റും കിടന്നവനെ അവനിപ്പം 3-4 നില കെട്ടിടങ്ങൾ പണിതിട്ട് സുഖമായിട്ടിരിക്കുന്ന കാര്യമില്ല. അവരുടെ പിള്ളേർ വളർന്നു പോയി, അവർ നന്നായിട്ട് പഠിച്ചെന്ന് അവർ അമേരിക്കയിലായി, കാനഡായി, അവിടെ എവിടെയായി ഇഷ്ടംപോലെ പണഞ്ഞ് വരാൻ തുടങ്ങി. അവൻ പിന്നെ ഈ പറമ്പിൽ വന്ന് കൂലിപ്പണി ചെയ്യുന്ന കാര്യമില്ല. എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നു, അയ്യോ അവർക്ക് ഞങ്ങളുടെ പറമ്പിലെ കൂലിപ്പണിക്കാരായിരുന്നു, പറയാൻ പോലും നാണമില്ലല്ലോ. അതായത് മാറി. ദൈവം തന്നെ അതിൻ്റെ പിന്നിൽ ദൈവികമായൊരു നീതിയാണെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കാലത്ത് കൂലിപ്പണിക്കിട്ട് നമ്മൾ ചവിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ മക്കൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നുണ്ടെന്നേ. അവർ IAS IPS ഒക്കെ എടുക്കുന്നുണ്ട്, അതുപോലെ അവർ പുറത്തൊക്കെ പോയി സമ്പന്നരാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ചെഴുന്നേൽക്കുന്നത് പോലെയുള്ളൊരു മാറ്റമല്ലേ ഇപ്പോൾ നാം കാണാം. ഇന്നത്തെ തലമുറയിൽ പ്രധാനമായും ചെഴുന്നേൽക്കുന്ന പോലെ വലിയ മാറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ കുട്ടികളെ അവരെ എങ്ങനെയാണ് വഴി നടത്തേണ്ടത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനം ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. അല്ലാതെ കുട്ടിയുടെ മേലെ സമ്മർദ്ദങ്ങൾ ഒത്തിരി ഉണ്ടാകും. സാധാരണ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വരുന്നത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, പണ്ട് പറഞ്ഞത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അതായത് കൂട്ടുകാരുടെ സമ്മർദ്ദമാണ്. കൂട്ടുകാർ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് അത് ചെയ്യാനായിട്ടുള്ള. അതേസമയത്ത് ഈ കൂട്ടുകാർ ചെയ്യുന്ന കാര്യത്തിൽ തനിക്ക് അഭിരുചി ഉണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. പലപ്പോഴും വലിയ അപകടത്തിൽപ്പെടാറുണ്ട്. കൂട്ടുകാർ പോകുന്നതനുസരിച്ച് പോയി, പക്ഷേ മാത്തമാറ്റിക്സാണ് വിഷയം, കൂട്ടുകാരന് ഏറ്റവും വലിയ അഭിരുചിയാണ്, അവൻ അതിനകത്ത് എറിയാൻ, അവൻ മത്സ്യം വെള്ളത്തിൽ നിന്ന് പോലെ, അവന് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ മാത്തമാറ്റിക്സിൻ്റെ ABCD പോലും ചിന്തയില്ലാത്ത കൂട്ടുകാരനെ പോയി മാത്തമാറ്റിക്സ് എടുത്ത് കഴിയുമ്പോൾ അവൻ്റെ തലയ്ക്ക് ഭാരമായി, അവസാനം തളർച്ചയായി മാന്യമായി പഠിത്തം പോയി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വലിയ ഗൈഡൻസ് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അനുകരണ ഭ്രമം അവർക്ക് തീരുമാനത്തെ കണ്ടുപോകാനും ബാധിക്കുന്നുണ്ട് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സ്വയം കണ്ടെത്തിയിട്ട് തീരുമാനം എടുക്കാനുള്ള വഴി നടത്തൽ, സ്വന്തം അഭിരുചി തിരിച്ചറിഞ്ഞിട്ട് വഴി നടത്താനുള്ള ഒരു 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 സ്വഭാവ രീതി മാതാപിതാക്കൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള മാതാപിതാക്കളും ചിന്തിക്കേണ്ടതല്ലേ. അല്ല ഞാൻ അധ്യാപനാണെങ്കിൽ മകനും അധ്യാപനായിക്കൊള്ളണം, ഞാൻ വക്കീലാണെങ്കിൽ മകനും വക്കീലായിക്കൊള്ളണം, അതൊക്കെ രീതിയിലൊക്കെ പോയാൽ അതത്ര നല്ല രീതിയല്ല. അപ്പോൾ അനുകരണ പ്രവണത എന്ന് പറയുന്നത് ഒട്ടും കൊള്ളുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അഭിരുചിയുണ്ട്, താല്പര്യമുണ്ട്. താല്പര്യം എന്ന് പറയുന്നത് സമ്മർദ്ദം ചെയ്തുകൊണ്ടാകുന്ന, എനിക്കൊരു കാര്യം താല്പര്യം ഇരിക്കും, കാരണം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് താല്പര്യമായി, അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു, ആ താല്പര്യം, ആ താല്പര്യത്തിന് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷന് അതിനോട് താല്പര്യപ്പെടുന്നുണ്ടോ നമ്മൾ അറിയുന്നത് നാം സ്വയം കണ്ടെത്തണം. താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അഭിരുചി എന്ന് പറയും. ആ അഭിരുചിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ അഭിരുചി മാത്തമാറ്റിക്സ് ഉള്ളവൻ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് ക്ഷീണമില്ല, തളർച്ചയില്ല. അതേസമയത്ത് തളർച്ച വരുന്ന ആർക്കാണ് താല്പര്യം ഇല്ലാത്തവൻ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പെട്ടുപോയി. അത് കരകയറാന്ന് പറഞ്ഞാൽ അവൻ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, അവനൊന്നും മനസ്സിലാകുകയില്ല. അങ്ങനെ വന്ന് മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം അതേപടി അനുസ്മരിക്കാൻ മസ്തിഷ്കത്തിന് തന്നെ സമ്മർദ്ദം വരുന്ന കാര്യമാണ്. മസ്തിഷ്കത്തിന് സമ്മർദ്ദം വരിക, അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടി വരുമ്പോൾ പല ആളുകളുടെ ജീവിതത്തിൻ്റെ കരിയർ നഷ്ടപ്പെട്ടു പോയതും തളർന്നു പോകുന്നതിന് കാരണം ഇതൊക്കെയാണ്. നല്ല പ്രായത്തിൽ വേണ്ട വിധത്തിൽ സെലക്റ്റീവായിട്ട് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാതെ ആ പ്രൊഫഷണൽ ലൈനിലൊക്കെ വഴിതെറ്റിപ്പോയി അതിന് ശേഷം ഒരു നിവൃത്തിയില്ലാണ്ട് കണ്ടില്ലേ ഒന്നാന്തരമായിട്ട് ബാങ്ക് മാനേജർ പെൺകുട്ടി ആത്മഹത്യ. അവൾക്ക് ആർക്കും നിർബന്ധിച്ചുകൊണ്ട് ബാങ്കിക്ക് ജോലി കിട്ടിയപ്പോഴും അവൾക്ക് ഈ പറഞ്ഞത് അതിൻ്റെ വലിയ ഭയങ്കര ടോർച്ചറായിട്ട് അനുഭവപ്പെട്ടത്. 8-8:30 വരെയൊക്കെ ഇരുന്നുകൊണ്ട് കണക്കൊക്കെ തീർത്ത് കംപ്ലീറ്റ് പോകുന്ന അതേ ടോർച്ചറായിട്ട് അനുഭവപ്പെട്ടു, ആത്മഹത്യ ചെയ്തില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം അഭിരുചികൾ എന്താണ് തിരിച്ചറിയാനായിട്ടുള്ള പരിശീലനം ആവശ്യമാണ്. അഭിരുചി എന്താണ് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ തൊഴിലോടുള്ള ആഭിമുഖ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, അത് മനോഭാരമായി തരും. ഏത് തൊഴിൽ പ്രവേശിക്കാമെന്ന് വിചാരിച്ചോ, നമ്മളേതെങ്കിലും തൊഴിലെങ്കിലും പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ആഭിമുഖ്യമില്ല. ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ സ്വീകരിച്ചതാണ്, പക്ഷേ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും. അപ്പോൾ തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോഴും തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ സോഷ്യലായിട്ടുള്ള നേച്ചറുള്ള ആൾക്കാർ, വളരെ സോഷ്യലായിട്ട് നടക്കുന്ന ആൾക്കാരെ വിളിച്ച് ഡേറ്റ എൻറ്ററിങ് പോലെയുള്ള കാര്യങ്ങൾ ജോലി ചെയ്യിപ്പിച്ച് അങ്ങനെ ഇരിക്കും. സോഷ്യലായിട്ട് ആൾക്കാർ വേണ്ട, സോഷ്യൽ ഇൻ്ററാക്ഷനിൽ താല്പര്യമുള്ളവരൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർ വരണ്ടേ, രാഷ്ട്രീയത്തിലുള്ള നേതാക്കൾ വരണ്ടേ. അതെന്ത് ചെയ്യുക, ചിലപ്പോൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രീയം അത് വേണ്ട, രാഷ്ട്രീയം വന്നതെല്ലാം അങ്ങനെ ചിന്തിക്കരുത്. രാഷ്ട്രീയം വന്നതിനെല്ലാം നശിച്ചു പോകില്ല. രാഷ്ട്രീയത്തിൽ നല്ലവർ വന്നെങ്കിൽ മാത്രമേ രാഷ്ട്ര നിർമ്മിതി ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നുള്ള ധാരണ മാതാപിതാക്കൾക്ക് വേണം. അല്ലെങ്കിൽ പയ്യൻ നമ്മുടെ വീട്ടിലുള്ളവനാണ് താല്പര്യത്തോടു കൂടി രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതാവിൻ്റെ പുറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ചുമ്മാ വഴക്ക് പറയരുത്.
അവനെ ആഭിമുഖ്യം അതാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുമ്പരായികളെ നോക്കിക്കൊണ്ട് നേരായ വഴി പോകാനുള്ള വഴി നടത്തി കൊടുക്കാതെ വേണ്ടേ? നമുക്ക് നല്ല നേതാക്കന്മാർ ആവശ്യമല്ലേ? ഇന്നിപ്പം എന്ത് ഒരു നല്ല മുഖ്യമന്ത്രിയെ കിട്ടാൻ താല്പര്യപ്പെട്ടില്ലേ? എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? നല്ല മന്ത്രിമാരെ കിട്ടാൻ താല്പര്യപ്പെട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ രാഷ്ട്രീയ അവബോധം ഇല്ലാണ്ട് വന്നാൽ തന്നെ ചെയ്യും. അതൊക്കെ കുഴപ്പക്കാരാണ്, രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. എല്ലാവരും ഒന്നും കള്ളന്മാരൊന്നുമല്ല, കള്ളന്മാരുണ്ട്. പക്ഷേ ആ രംഗത്തേക്ക് നല്ലവർ കടന്നു വരാത്തതുകൊണ്ടേ കള്ളന്മാരുടെ എണ്ണം കൂടുന്നേ. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്താണെങ്കിൽ നമ്മൾ ശരിയായ ഗൈഡൻസ് ആവശ്യമാണ്. അപ്പം നൈസർഗികമായ അഭിരുചി എന്ന് പറയുന്നത് അത് പുറമേ നിന്ന് വരുന്നതല്ല. താല്പര്യം എന്ന് പറഞ്ഞ് പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കണം. അത് താല്പര്യം എന്നൊക്കെ പറയും, എനിക്ക് ഇഷ്ടമായിട്ടോ പറയും. പക്ഷേ മറ്റത് നൈസർഗികമാണ്, അഭിരുചി ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അത് ഉദാഹരണം പറയാം, അതൊക്കെ വിമാനം പറപ്പിക്കാൻ കാണും ചിലപ്പോൾ അയ്യോ എനിക്ക് വിമാനം എനിക്ക് വയലറ്റാണ്. അതേ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു താല്പര്യം ഇല്ലെങ്കിൽ എന്നാ ചെയ്യും ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു പഠിക്കാൻ താല്പര്യം, അതിനുള്ള സ്പേസിനോട് ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ താല്പര്യം, ഈ താല്പര്യം ഇല്ലാത്ത പൈലറ്റായപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദൂരെ അല്ലാത്തൊരു കാലത്ത് ഒരു പയ്യൻ്റെ പൈലറ്റിങ് ട്രെയിനിങ്ങിൽ അവസാന ഘട്ടത്തിൽ അവനെന്ത് ചെയ്തു, വീട്ടിലെല്ലാം അറിയിച്ചു. എന്നാൽ അവസാന നിമിഷമാണ് അവിടെ എല്ലാവരും അതിനൊക്കെ വന്ന ദിവസം ആ തലേദിവസം രാത്രി അവൻ കിടന്നുറങ്ങിയിട്ട് രാത്രി കയറി ഫാനിൽ തൂങ്ങി മരിച്ചു. ഇതൊരു ഷോക്കാണ് കുടുംബത്തിൽ. കാരണം എന്നാ, ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്രൊഫസറോ അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ചെയ്യുന്ന ആൾ പറയുന്നത് ഇച്ചിരി ഈ നീഡ് എ ലിറ്റിൽ മോർ ട്രെയിനിങ്, ബിക്കോസ് ഇത് എത്രയോ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ് ഈ പൈലറ്റിങ് എന്ന് പറയും. 100-500 ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ ആകാശത്തിലൂടെ പറപ്പിച്ച് കൊണ്ടുവന്ന്. അപ്പോൾ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും വെയിറ്റ് യു ടേക്ക് നമ്മൾ 6 months ട്രെയിനിങ് മോർ എന്നിങ്ങനെ പറഞ്ഞു. അവനൊരു അഭിമാന പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്തു, അവൻ തൂങ്ങി മരിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി എവിടെയൊക്കെയാണ് സംഗതി പ്രശ്നങ്ങൾ വരുന്നതെന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ താല്പര്യം മാത്രം പോരാ, ഇത് നൈസർഗികമായിട്ടുള്ള ഒരു താല്പര്യം ഒരു ഉള്ളിൽ നിന്ന് ഇതുങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ ആത്മഹത്യ വരെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യം ഓർക്കണം. അപ്പം നിരീക്ഷണം, അതായത് ഈ സ്റ്റാറ്റസ് സിമ്പിൾ പണ്ട് ഇങ്ങനെ നിർബന്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാരണവന്മാർ കരുതി വെച്ചതൊന്ന് മാറ്റി വയ്ക്കണം. സ്റ്റാറ്റസ് അനുസരിച്ചല്ല കാര്യങ്ങൾ പോകേണ്ടത്. കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ ആഭിമുഖ്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാവത്തിൻ്റെയും താല്പര്യം അനുസരിച്ച് അതിൻ്റെ ഒറിജിനാലിറ്റി അനുസരിച്ച് വേണം മുമ്പോട്ട് കൊണ്ടുപോകാനും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സംഭവം ഉണ്ടായി ഞാൻ ഓർക്കുകയാണ്. ഒരു കുട്ടി ഇങ്ങനെ കാര്യമായിട്ട് എല്ലാ കാര്യവും പഠനത്തിൽ മിടുക്കിയ പെൺകുട്ടിയാണ്, എല്ലാത്തിനും സർവകലാ വല്ലഭയാണ്. അവളിങ്ങനെ പഠിച്ചതെല്ലാം മിടുക്കി, പഠനത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ്, ഡാൻസിന് ഫസ്റ്റ്, പാട്ടിന് ഫസ്റ്റ് ഒക്കെ ഫസ്റ്റായിട്ട് വളർന്ന കൊച്ച് അവസാനം 10ാം ക്ലാസ് 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉള്ളിലിരിക്കുന്ന അവൾ ഇഷ്ടമുള്ള വിഷയം കെമിസ്ട്രിയാണ്. പക്ഷേ അപ്പൻ ചിന്തിച്ച് ഇവിടെ എൻജിനീയറിങ്ങിന് ഇവിടെ, അന്നത്തെ കാലത്ത് എൻജിനീയറിങ് ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയല്ല. അന്ന് ആകപ്പാടെ കയറുന്നത് 6 എഞ്ചിനീയറിംഗ് കോളേജുള്ളൂ. അവിടുന്ന് ഒരു എഞ്ചിനീയർ പാസ്സായി വന്നു കഴിഞ്ഞാൽ അത് വലിയ ക്രെഡിറ്റുള്ള സംഗതിയാണ്. അപ്പോൾ പെൺകുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നാൽ അയാൾ നോക്കിയപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ കെട്ടിച്ചു വിടാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. 2, നമുക്കൊരു സ്റ്റാറ്റസ് മകളുടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഇന്നതല്ല കേട്ടോ, ഇന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റാറ്റസ് ഒന്നുമില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അവൾക്ക് അപ്പത്തെ നിർബന്ധം കൊണ്ട് എഞ്ചിനീയറിംഗ് മാർക്കുണ്ടായതുകൊണ്ട് കിട്ടി, സെലക്ഷൻ കിട്ടി, നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല എന്ന് മനസ്സ് പറഞ്ഞു, തളർത്തിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നേരിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്ത കേസ് തന്നെയാണ്. അങ്ങനെ വൈകുന്നേരം ഒരിക്കൽ നിൽക്കുമ്പോൾ സ്ഥലം മാറിപ്പോയതിന് ശേഷം എന്നിരിക്കുമ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഇച്ചിരിയൊക്കെ പ്രായമായി, ഒരു യുവതിയുടെ നോക്കുന്ന ഒരു വൈകുന്നേരം വന്നപ്പോൾ കൊച്ചു ദൂരെ നടന്നു വരുന്നു. ഇപ്പോൾ അകലേന്നാണല്ലോ, കുറേ 10-15 കിലോമീറ്റർ അകലെ നടന്നു വരുന്നപ്പോൾ ഞാൻ എന്നെ മോളെ എനിക്ക് ഇച്ചിരി കാര്യം പറയാനുണ്ട്. എന്നാ പറയാനിരിക്കുന്നത്? പോയി ഞാൻ പറഞ്ഞപ്പോൾ എന്നാന്ന് അറിയാം, എൻ്റെ കൊണ്ട് പറ്റിയില്ല എഞ്ചിനീയറിംഗ് വെച്ചാൽ എൻ്റെ അപ്പൻ 2 ലക്ഷം രൂപയോളം ചിലവഴിക്കുകയല്ലേ, അത്രയും പണം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നീ അത് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നത്? നിനക്ക് പഠിച്ചാൽ ജയിക്കണമെന്ന് സംശയമൊന്നുമില്ല, ഇവിടെ വല്ലതും തോറ്റുമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടമില്ല, എനിക്കതൊരു വലിയ ഭാരമാണ്. തോക്കുമൊന്നുമില്ല, എഞ്ചിനീയറിംഗ് പഠിച്ച് ജയിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എനിക്കത് താല്പര്യമില്ല. എനിക്ക് കെമിസ്ട്രി വേണം. കെമിസ്ട്രി പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനോടാണ് ഒരു താല്പര്യം എന്ന് പറയും. അപ്പം നിർബന്ധമാണ്. അങ്ങനെ ഒന്നും ഞാൻ പേരൻസിനെ വിളിച്ചു വരുത്തി സംസാരിച്ചത് ഇങ്ങനെയാണ് കൊച്ചിൻ്റെ നിലപാട്. ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇംപ്രഷന് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല, പ്രൈവറ്റായിട്ട് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് കൊച്ചിൻ്റെ മൈൻഡിനെ കുറേ കൂടി അക്സെപ്റ്റ് ചെയ്യണം. അവിടെ താല്പര്യം ഇതാണ് എന്ന് പറയാനൊക്കെ ഭയങ്കര വിഷമം തോന്നി. കാരണം എന്ന് ചോദിച്ചാൽ അങ്ങേര് കണക്കാക്കി പണം ചിലവഴിച്ചെന്നുള്ളതാണ്. 2 വർഷം പണം ചിലവഴിച്ച് 1 വർഷം നഷ്ടപ്പെട്ടും പോയി. എന്നിട്ട് ഇപ്പം എന്തായിട്ട് പറഞ്ഞു, ഇത് നേരത്തെ പറയാൻ പാടില്ല, അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞ് സമാശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു വേണ്ട, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടം പോലെ പോട്ടെ, അവൾ താല്പര്യപ്പെടുന്നു. അവളുടെ അസംഷൻ കോളേജ് കൊണ്ട് കെമിസ്ട്രിക്ക് ചേർത്തു. പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് റാങ്കിൽ അവിടെ BSc കെമിസ്ട്രി പാസ്സായി. അത് കഴിഞ്ഞ് സർക്കാരിന് വളരെ ഇൻട്രസ്റ്റുള്ള സ്പെഷ്യൽ MSc പോലെ പാസ്സായി. അത് കഴിഞ്ഞ് ഭയങ്കര സ്കോളർഷിപ്പ് വാങ്ങിയിട്ട്
ആംസ്റ്റർഡാമിൽ ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്ത് ഇപ്പോൾ അവിടുത്തെ വലിയ PhD ഗൈഡാണ്, യൂണിവേഴ്സിറ്റിയിൽ ഗൈഡ്. നോക്കണേ, ഇഷ്ടപ്പെട്ട വിഷയം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു പോയി പോക്ക് കണ്ടോ. അതേസമയത്ത് അപ്പൻ ധരിച്ച് തന്നെ അവൾ ഉടനെ പഠിപ്പിച്ച ചില വേറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാതാപിതാക്കൾ പ്രൊഫഷണൽ ഫുൾഫിൽമെൻറ്റിന് അല്ല അവരുടെ കാര്യം പെട്ടെന്ന് കെട്ടിച്ച് വിട്ട് പ്രശ്നം തീർക്കാവുന്ന വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കുട്ടി ഒരിക്കൽ ഭയങ്കര താല്പര്യം ലിറ്ററേച്ചറിൽ ഭയങ്കരമായ താല്പര്യം, പക്ഷേ അപ്പനും അമ്മയ്ക്ക് നിർബന്ധം നേഴ്സിങ്ങിന് പോകണം. അപ്പൻ്റെ അമ്മയെ നിർബന്ധം നേഴ്സിങ്ങിന് പോയി. അവൾ ആ കൂടെ തന്നെ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിച്ച് നേഴ്സിംഗ് പാസ്സായി MA ലിറ്ററേച്ചർ പാസ്സായി. MA ആലോചിച്ച് നോക്കി, നേഴ്സിങ്ങിൻ്റെ കൂടെ MA ലിറ്ററേച്ചർ പാസ്സായി. എന്നാൽ അത് കഴിഞ്ഞ് എന്നാ ചെയ്തു, അവിടെ താല്പര്യമുള്ള സിവിൽ ആയിട്ടുള്ള സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പുസ്തകം വായിക്കാൻ വായന ഇഷ്ടമായതുകൊണ്ട് വായന താല്പര്യം. പക്ഷേ എന്നാ ചെയ്തു, ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പനെതിരായിട്ട്. അപ്പനോട് കല്യാണം ഉറങ്ങിയത് കെട്ടിച്ച് വിട്ടു. ഇപ്പം ഗൾഫിൽ 2-3 പിള്ളേരുമായിട്ട് ജീവിക്കുന്നു. അവിടെ എന്താ നഷ്ടം വന്നേ? അപ്പൻ വിജയിച്ചു കാണും, കാരണം അപ്പനെ സംബന്ധിച്ച് പാട്ട് തീർന്നു, ബുദ്ധിമുട്ട് തീർന്നു, നല്ല നിലയിൽ നല്ല വർത്തമാനങ്ങളോട്ട് കെട്ടിച്ചു. പക്ഷേ ഈ രാജ്യത്തിന് കിട്ടാമായിരുന്ന ഒരു സിവിൽ സർവൻറ്റിനെ നഷ്ടപ്പെടുത്തി, അല്ലയോ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ കുടുംബം നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയോ? നമ്മൾ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ, സൊസൈറ്റിയോട് ചിന്തിക്കേണ്ടേ? അവിടെ ഈ കൊച്ചിൻ്റെ ജീവിതം കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ആ കുട്ടിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പ്രോത്സാഹിപ്പിച്ചുകൂടെ എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാരണം. അപ്പോൾ വളരെ ധാരാളമായിട്ട് ഇങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടിയൊക്കെ താല്പര്യപൂർവ്വം കുട്ടികളുടെ അഭിരുചിയെ തിരഞ്ഞെടുക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പണമല്ല, ഞാൻ അയാളോട് ആ മനുഷ്യൻ്റെ അവസാനം ഞാൻ ചോദിച്ചതാണ്, താങ്കൾക്ക് പണമാണോ വലുത് മകളാണോ വലുത്? അത് മകൾ തന്നെയാണ്. അങ്ങനെയാണോ? ആണെങ്കിൽ ഇത്രയും പണം നഷ്ടപ്പെടുന്നുള്ളത് ഗൗരവമായിട്ട് എടുക്കേണ്ട, അവൾ പോയി പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ അവസാനം സമ്മതിച്ചു. ഞാൻ സമ്മതിക്കാതിരുന്ന എന്നാ ഇതിന്, ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയും. അവൾ അവിടെ ഒഴുകി പോകും. പിന്നെ എന്നാ സംഭവിക്കുന്നത് ആർക്കറിയാം, പിന്നെ ആത്മഹത്യ സംഭവിക്കില്ലെന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇപ്പം ധാരാളം ഈ കരിയർ പോർട്ടൽസ് ഉണ്ട്. കരിയർ പോർട്ടൽസ് ധാരാളം തന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതൊക്കെ ഈ ചെറുപ്പകാലത്ത് തന്നെ 8 തൊട്ട് 10 വരെയുള്ള പ്രായത്തിൽ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി വിടുന്നത് നല്ലതാണ്. മുഴുവൻ സമയം മൊബൈലിൽ എൻ്റെ കളികളുമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ ആ അഫെക്ഷനായിട്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മനസ്സ് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരിപ്പോൾ തന്നെ അതെല്ലാം നോക്കി ആ കരിയർ പോർട്ടലൊക്കെ പരിചയപ്പെട്ട് നമ്മളെക്കാളുമൊക്കെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരായിട്ട് തീരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറേ കൂടി ശ്രദ്ധ ചെലുത്താൻ എഡ്യൂക്കേറ്റഡായിട്ട് കാലഘട്ടത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.